നമ്മളിപ്പോൾ ഉള്ളത് ചാർമിനാറിലാണ്. ചാർമിനാറിൻ്റെ ചോർ ബസാർ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ചാർമിനാറിൻ്റെ ചോർ ബസാറിലെ മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും രാവിലെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വെളിച്ചമുണ്ട്. ഏകദേശം ഒരു 6 മണി 6:30 വെളിച്ചവും കാര്യങ്ങളും നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഒരു 3:30 മുതൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അത്രയും നേരത്തെ നമ്മൾ വരാൻ പറ്റിയില്ല. കാരണം നമുക്ക് എന്തായാലും വന്ന് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കാണുന്ന രീതിയിൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ സ്കൂട്ടറിലാണ് കേട്ടോ വന്നത്. അപ്പോൾ സ്കൂട്ടർ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ ഫ്രണ്ട് ഉണ്ടല്ലോ ഫാരിസ്, അവൻ പോയേക്കാണ്. അപ്പോൾ എന്നോട് നേരെ കയറിക്കോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്തായാലും മാർക്കറ്റ് കാണാം എന്ന രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. നോക്കി അറിഞ്ഞാൽ അറിയാം, വൻ പുളിയാണ്. ഇതിനു മുമ്പ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലൊരു വ്ളോഗ് പോലെ ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. കുറച്ച് വണ്ടികളൊക്കെ ഇതിനകത്ത് കയറി ഇറങ്ങി പോകുന്നത്. സാധാരണ ഇങ്ങോട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റാറില്ല. അവിടെ എന്തെങ്കിലും വണ്ടി വെച്ചിട്ട് ഇതിപ്പുറത്തേക്ക് വരാനുള്ളൂ. ഇപ്പോൾ മാർക്കറ്റൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ള മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇതിപ്പോൾ ഈ കാണുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഓപ്പണായി വരുന്നതായിരിക്കും. കാരണം ആ ഓപ്പണായി വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര അധികം റഷാണ്. ഒരിക്കലും നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ ഓരോരുത്തർ ഓരോ രീതിയിൽ സൈഡിൽ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും റെഡിയായി വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് ചോർ ബസാർ കാര്യങ്ങളൊക്കെ ഒന്ന് കയറിയിട്ട് ഇതിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാനാണ്. നമ്മുടെ ഡൽഹിയിൽ ചോർ ബസാറിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്ര പ്രോപ്പറായിട്ട് കിട്ടില്ല. കാരണം അത് വെളുക്കുന്നതിന് മുമ്പ് അതെല്ലാം അടച്ചിട്ട് പോകും. നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയിട്ട് ഒരു 6 മണിയാവുന്നതിന് മുമ്പ് എല്ലാം അടച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് എത്രത്തോളം നോക്കാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കെന്താ നോക്കാം. അതുകൊണ്ട് ചാർമിനാറിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സൈഡിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ വരിക. മാക്സിമം നേരത്തെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുക. അതായത് സൺറൈസിൻ്റെ എല്ലാ വീട്ടിലും വിഷ്വലാന്ന് നോക്കി അടിപൊളി വ്യൂ അല്ലേ. പോരാതെ തന്നെ കണ്ട നല്ല പക്ഷികൾ പറക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചാർമിനാർ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരിക. കാരണം ഒരു 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ക്രൗഡായിരിക്കും. ഒരിക്കലും നമുക്ക് മര്യാദയ്ക്ക് നിന്നൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. അതേപോലെ തിരക്കായിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം മാർക്കറ്റുകൾ കൃത്യമായി ഓപ്പൺ ആകും, ആൾക്കാർ അതേപോലെ വരും. അപ്പോൾ അതിന് ചാർമിനാറിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 25 രൂപ എങ്ങനെയാണ് ടിക്കറ്റ് വരുന്നത്. ഇത്രയും ടിക്കറ്റ് ഉള്ളത് കാരണം നമുക്ക് ഇതിനകത്തേക്ക് കയറാനും കാര്യങ്ങളെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല ഫോട്ടോ പോലും കിട്ടില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്നിട്ട് നല്ല ഫോട്ടോ പോലും എടുക്കാനോ അതിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നിനും പറ്റിയിട്ടില്ല. ഇവിടെ നോക്കിയാൽ അറിയാം, ഇതൊക്കെ കൂടുതലും ബാംഗിൾസിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളാണ്. ഈ ഒരു ഏരിയ മൊത്തം ബാംഗിൾസിൻ്റെ ആയിട്ടായിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആക്സറീസ് ഉണ്ടാവും, ബുക്സ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അവിടെ വളകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഓരോന്നായിട്ട് പല രീതിയിലുള്ള മാർക്കറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി കിട്ടും. പക്ഷേ ഈ രാവിലെയാണെന്ന് പറഞ്ഞാലും ഏകദേശം 5:30 കഴിഞ്ഞപ്പോൾ തന്നെ എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണമെന്ന് നോക്കി. ഇത് സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് വരുന്നത്. ഓഫ് ഡേയ്സോ വീക്ക് ഡേയ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ആൾക്കാർ ഇതേപോലെ വരില്ല, ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കത്തില്ല. അത് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെല്ലാം ആണെങ്കിൽ മാക്സിമം ഏതെങ്കിലും ഒരു വീക്ക് ഡേ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ക്രൗഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഒട്ടും നമുക്ക് റിലാക്സ് ആയിട്ട് നിൽക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. നല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ അവസ്ഥ വരുന്നത് കേട്ടോ. എന്തായാലും ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ ചെറുതായിട്ട് ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റഷ് ഭയങ്കരമാണ് സൺഡേ ആയതുകൊണ്ട്. വേറെ നല്ല തിരക്ക് വരും. ഇപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫാരിസ് വേറെ എവിടെയോ വണ്ടി വെച്ചിട്ട് ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് നല്ല ടൈം എന്തായാലും എടുക്കും. അപ്പോൾ നമുക്കിവിടെ അതൊരു കറങ്ങി നടക്കാം. അവനത് കറങ്ങാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു വീക്ക് ഡേ ഒക്കെ വന്ന് നല്ല പ്രോപ്പറായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നല്ലൊരു ഫോട്ടോ കിട്ടുള്ളൂ. കാരണം അതേപോലെ സൗണ്ടും അതേപോലെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നമുക്കൊരു വീഡിയോ എടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോർമലി നിങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒരിക്കലും നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന കാര്യം പോലും ചിന്തിക്കേണ്ട. കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും. പോരാ തന്നെ വെയിൽ കാര്യങ്ങളെല്ലാം വരും. അതേപോലെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 3:30 കഴിഞ്ഞപ്പോഴാണ് കിടന്നത്. 5:30 ആകുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്തു. 5:30 അല്ല 5:15 ആയപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് 2 മണിക്കൂർ പോലും പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ എൻ്റെ സൈഡിൽ നോക്കിയാൽ ചെരുപ്പിൻ്റെ കടകളും കാര്യങ്ങളെല്ലാം ഉണങ്ങി വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ലേഡീസിൻ്റെ ഷോപ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ സൈഡിലും ഓരോ രീതിയിൽ ആൾക്കാർ കടകൾ ഓപ്പണാക്കി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മസ്ജിദ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ കയറിയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ജെൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അധികം വലിയ പർച്ചേസിങ്ങോ കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നും ഇല്ല. പക്ഷേ ലേഡീസിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ജെൻസിന് വല്ല കാറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ
മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ലേഡീസ് ഇവിടെ വരുന്ന ഈ മസ്ജിദിൽ കയറാനാണെങ്കിൽ മറ്റേ കർച്ചീഫല്ല ഷാള് അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ആൾക്കാർക്ക് ഇവിടെ കയറാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ മസ്റ്റ് എക്സ്പ്ലോർ എന്ന് ഞാൻ പറയില്ല, കാരണം അന്ന് ആൾക്കാർ മാക്സിമം കണ്ടു പോവുക അത്രേ ഉള്ളൂ. പിന്നെ വൃത്തിയൊന്നും ഒരിക്കലും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ കേരളം പോലെയാണെന്നോ വൃത്തി ഉണ്ടെന്നോ ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചാൽ പ്രോപ്പറായിട്ട് ട്രാഫിക് റൂൾസ് ഉണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ട്രാഫിക് റൂൾസ് എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. നമുക്ക് തോന്നുമ്പോൾ റെഡ് കത്തിക്കഴിഞ്ഞാൽ കയറിപ്പോവാം, ഗ്രീനാണോ നമുക്ക് ചിലപ്പോൾ നിൽക്കാം. നമ്മുടെ ഇഷ്ടമാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. ആരും നിങ്ങളോടൊന്നും ചോദിക്കില്ല, ഹെൽമെറ്റ് വെച്ചില്ലേ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ വണ്ടി എങ്ങനെ ഓടിക്കുന്നു ഒരു മനുഷ്യനും ഇവിടെ റോട്ടിൽ ചോദിക്കില്ല. എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ അതേപോലെ കുത്തിക്കയറ്റിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുന്നതും കാര്യങ്ങൾക്കല്ല. നമ്മൾ കേരളത്തിലെ വലിയ ഡ്രൈവിംഗ് സ്കില്ലൊന്നും വെച്ച് ഇങ്ങോട്ട് വന്ന് ഒരിക്കലും വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പോലെ തന്നെ ലോക്കലാവുക, അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. നമ്മളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അത്ര ഓപ്ഷനുള്ളൂ. കാരണം ആൾക്കാർ എവിടെ നിന്നൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കുത്തിക്കയറ്റിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും 6 മണിയാവുന്നതിൻ്റെ ഒരു കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിൻ്റേതായ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. കാരണം ആ ഒരു സണ്ണിൻ്റെ ഷെയ്ഡും ആൾക്കാരുടെ ക്രൗഡും കടകളുടെ ഒരിതും മൊത്തത്തിൽ ആ ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ ടോണും കാര്യങ്ങളെല്ലാം പോവും. പിന്നെ ഭയങ്കര വൈറ്റ് ആയിരിക്കും. അപ്പോൾ ആകാശമൊക്കെ ആണെങ്കിലും വലിയ പ്രോപ്പർ നീല കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ നമുക്ക് അറിയാം മസ്ജിദിലേക്ക് വന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം അങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഫ്രണ്ടിലൊരു പോണ്ട് പോലെ കാര്യങ്ങളുണ്ട്. ഇവർക്ക് കൈ കഴുകാനും കാല് കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോണ്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവിടെ എന്തോ പരിപാടി നടന്നതിൻ്റെ സ്റ്റേജും കാര്യങ്ങളെല്ലാം ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കയറി നല്ല ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. എന്തായാലും ഹൈദരാബാദ് വന്ന ആൾക്കാർ ചാർമിനാർ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാക്സിമം രാവിലെ അതിരാവിലെ വരിക, മാക്സിമം ഒരു 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് വരിക. അതും വീക്കെൻഡിൽ വരാതിരിക്കുക, വീക്ക് ഡേയ്സിൽ തന്നെ വരിക, കറക്റ്റായിട്ട് വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കാര്യങ്ങൾ പോകുക. അല്ലെങ്കിൽ ഒരു നല്ല ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കില്ല. ചുമ്മാ ഓവർ ക്രൗഡിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും ഒരു കുളമായ ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമേ സാധിക്കൂ. വേറൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ മറ്റേ നമ്മുടെ ട്രിമ്മറുണ്ട്, പവർ ബാങ്ക്സ് ഉണ്ട്, കേബിൾസ് ഉണ്ട്, അങ്ങനെ ഫാന്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഫാരിസ് അവിടെ നിന്ന് നമ്മുടെ ഫോണിലൊക്കെ ചുറ്റുന്ന കേബിളിൽ ചുറ്റുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം മേടിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ അത്യാവശ്യം നീയോടും സാധനം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മൾ വേണ്ട അപ്പോൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ബാക്കിയുള്ള മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മാർക്കറ്റ് കണ്ടെങ്കിൽ കേട്ടോ ഒരു കേബിൾ കിടക്കണം, അതിൻ്റെ മൊബൈൽ കവറൊക്കെ കിടക്കുന്നുണ്ടോ, ഏത് വർഷത്തെ അതുപോലെ അറിയാൻ അതേപോലെ തന്നെ. ഇത് ആരെടുക്കാൻ, ഇത് 10 രൂപയ്ക്ക് പോലും പോവില്ല. എന്താണ് ഐറ്റം ഇത്? ആരോ ഇട്ട് മുഷിഞ്ഞ കുറേ ഡ്രസ്സുകൾ, അതുകൊണ്ട് ആരോ ഇട്ട് കുറേ വെച്ചേക്കണ ബാഗുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കേട്ടോ. ഇവിടെ നോക്കിയാലോ കേട്ടോ, വെള്ളയാന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വെള്ള കളറിലാണ് കാണുന്നത്. ഭയങ്കര വെറൈറ്റിയാണ് ഈ സാധനം എല്ലാം വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേ പഴയ TV-യുടെ റിമോട്ടുകൾ, ആർക്കും വേണ്ടാത്ത കുറേ ഗ്ലാസ്സുകൾ, അങ്ങനെ കുറേ ഐറ്റങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല കാലപ്പഴക്കമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് വിറ്റ് പോകാത്ത സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് എവിടെ നിന്നിട്ടാണ്? ആക്രിക്ക് പോലും ഇങ്ങനെ സാധനം കിട്ടൂലല്ലോ. ആ എല്ലാം തന്നെ ഇവിടെ കുറേ സാധനങ്ങൾ പഴയത് കിടക്കുന്നുണ്ട്. ഇതെന്ത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ അറിയാൻ പറ്റും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ചങ്ങലകളും ഹെൽമെറ്റും അതിൻ്റെ കുറേ ചട്ടികളും കുറേ സാധനങ്ങളും ഷൂകളും പഴയ ചെരുപ്പുകളും എല്ലാം തന്നെ, മിക്സി ജാറുകൾ, പെയിൻറ്റ് ഡപ്പ, ടയർ ഉൾപ്പെടെ എല്ലാം ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. ഇത് ചോർ ബസാറല്ല, ഇത് ആക്രി ബസാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ പഴയ പാത്രങ്ങളും അതിൻ്റെ സാധനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് അത് ഇവിടെ ഇരിപ്പുള്ളത്. പഴയ ടെലിഫോൺ, ഗ്രാമഫോൺ സാധനങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ആൻറ്റിക് പീസുകൾ, കാണാൻ ആൻറ്റിക് പീസുകളാണ്, പക്ഷേ സാധനം മോഡേണാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ആക്രികളും ചാർജർ കേബിളുകളും സാധനങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഇവിടെ തൊപ്പിറ്റി, മോണിറ്റർ, വേണ്ട നമ്മുടെ അത്യാവശ്യം നമുക്കുള്ള ഒരു നേരത്തെ കൈപ്പണിക്കുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തിരിക്കേണ്ട. പഴയ ഫ്ലാസ്ക്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇത് എവിടെ നിന്നൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലാതെ ഇത്രയും സാധനങ്ങളെല്ലാം ആക്രികളൊക്കെ എവിടെ നിന്ന് കിട്ടാനാണെന്ന് അറിയില്ല. അതിൻ്റെ പഴയ വീഡിയോ പ്ലെയറും സാധനങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഈ മാർക്കറ്റ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കിയാൽ അറിയാം പഴയ ഫോണുകളുടെയും വാച്ചുകളുടെയും സാധനങ്ങളുടെയും എല്ലാം ഷെയർ നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ മാർക്കറ്റ് കുറേ വലുതാണ്. ഇത് നിങ്ങൾ കാണുന്ന ഈ സൈക്കിളൊക്കെ ഉണ്ടല്ലോ, സൈക്കിളൊക്കെ എവിടെ നിന്നെങ്കിലും അടിച്ചുകൊണ്ട് വന്ന് റീപെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ പല കടകളുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ സൈക്കിളുകൾ റീപെയിൻറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഒരുപാട് അധികം കാണാൻ പറ്റുന്നൊരു കാഴ്ചയായിരിക്കും കേട്ടോ. വേണ്ട ഇതാണ് ഇപ്പുറത്തെ മാർക്കറ്റിൻ്റെ സൈഡ് വരുന്നത് കേട്ടോ. അതുകൊണ്ട്
പഴയ കുറേ നാണയങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കോയിൻസാണ് കേട്ടോ. ബാക്കിയെല്ലാം കുറേ ആൻറ്റിക് കളക്ഷൻ സാധനങ്ങൾ എല്ലാമാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. നമുക്കെന്തായാലും നോക്കാം. നേരം അവിടെ ബൈക്കിൻ്റെ ടയർ ഉൾപ്പെടെ, അവിടെ ഒരു ഗ്യാസ് സ്റ്റവ്, ബൈക്കിൻ്റെ ടയർ, ബാക്കിയുള്ള സാധനങ്ങൾ, ആക്രികൾ, എൻ്റെ ചാർജർ കേബിളൊക്കെ തൂക്കിയിട്ടുണ്ട്. ആൾക്കാർ നടക്കുന്നു. ഈ ഒരു സൈഡ് മാർക്കറ്റാണ് കിടക്കുന്നത്. അതിൻ്റെ തിരക്കാണ് നിങ്ങളിപ്പോൾ അവിടെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് ഈ ഇഷ്ടം പോലെ സമയത്തേക്ക് കറങ്ങാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫാന്, അതുപോലെ തന്നെ ചാർജർ കേബിളുകൾ, അതുപോലെ നമ്മുടെ ഹെഡ്സെറ്റുകൾ, അതിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അതിൻ്റെ സാധനങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു പിന്നെ കളക്ഷൻ വരുന്നു. പിന്നെ പഴയ മിക്സി സാധനങ്ങൾ വരുന്നു. ഇതുപോലെ സിങ്ക് സാധനങ്ങളെല്ലാം വരുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇങ്ങനെയുള്ള അഫോർഡബിൾ റേറ്റിൽ ആൾക്കാർക്ക് വീടുകളിൽ കൊണ്ട് വെക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അത് നമുക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറ്റിയ ഒരു മാർക്കറ്റാണ്. പിന്നെ ഡ്രസ്സുകളൊന്നും ഒരിക്കലും നമുക്കൊരു ക്വാളിറ്റിയോടെ നമുക്ക് മേടിക്കാൻ സാധിക്കില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഡ്രസ്സുകളൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റിയിലാണ് ഈ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ടാബെല്ലാം നമുക്ക് 500 രൂപയ്ക്കും 600 രൂപയ്ക്കെല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. റോളക്സിൻ്റെ വാച്ച്, അതിലുള്ള ഡിസൈനുള്ള കോപ്പികളെല്ലാം ഇവിടെ അവൈലബിളാണ്. അവിടെ ഇത് നോക്കി കഴിഞ്ഞാൽ റോളക്സിൻ്റെ കാണിക്കാൻ പറ്റും. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതേ റേറ്റിന് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഫോണിലുണ്ട്, അത് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന ഫോണിൻ്റെ കളക്ഷനാണ്. വിവോൻ്റെയും മറ്റുള്ള ഫോണുകളെല്ലാം വേണ്ട ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. റിയൽമി ഉണ്ട്, റെഡ്മി ഉണ്ട്, അത്യാവശ്യം ഫോണുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ടിവികൾ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. വരുമ്പോൾ ജിമ്മിൻ്റെ ആക്സറീസ് ഉണ്ട്. അവിടെ ഡ്രോണുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. മിറർലെസ് ക്യാമറകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ജിം ആക്സറീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒരു ആക്സറി സെറ്റപ്പിലുണ്ട്. പക്ഷേ ആകെ എനിക്ക് ഇച്ചിരി ക്വാളിറ്റി ആയിട്ട് തോന്നി ക്യാമറയും ഫോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം കണ്ട് വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഫാരിസ് അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ എനിക്ക് പോകണം, വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വിട്ടേക്കാണ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. നമ്മുടെ ഡൽഹി പോലെയൊന്നും അല്ല. മാക്സിമം ഭയങ്കര ശോകം പിടിച്ച മാർക്കറ്റാണ്. ക്വാളിറ്റി ഉണ്ട്, പക്ഷേ സാധനങ്ങളൊക്കെ ഭയങ്കര പഴയതാണ്. പിന്നെ ഫോണുകൾ കാര്യങ്ങളുണ്ട്, ഡ്രോണുകളുണ്ട്, അതുപോലെ തന്നെ മിറർലെസ് ക്യാമറ ഉണ്ട്, നോർമൽ ക്യാമറ ഉണ്ട്, എല്ലാം ഡിജിറ്റൽ ക്യാമറകളുണ്ട്, പല രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സൺഡേ വരിക. സൺഡേ ഇവിടുത്തെ വേറൊരു മാർക്കറ്റുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ചാർമിനാറിൻ്റെ ഇവിടെയുള്ള സൺഡേ മാർക്കറ്റ് അത്യാവശ്യം 8 മണി വരെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ വരുന്നവർ ആ സമയത്തിനുള്ളിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.